ഹലോ ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലെല്ലാം ഉള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ 5 നോട്ടിഫിക്കേഷൻ സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പലപ്പോഴും കുറേ ക്രിയേറ്റേഴ്സിനെല്ലാം തന്നെ കറക്റ്റായി അവർക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒന്നും വരാത്തതിൻ്റെ കാരണമെല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് ഒന്നും കറക്റ്റായി കൊടുക്കാത്തത് കൊണ്ടാണ്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം തന്നെ കറക്റ്റായി തന്നെയല്ലേ നിങ്ങളുടെ ചാനലിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യുക. ഇതിനായി നമ്മൾ YT സ്റ്റുഡിയോ എല്ലാം ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ വന്നിരിക്കുന്ന ഈ പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം, ഇതിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പുഷ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം, ഇതിൽ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത് കമൻറ്റ്സ് എന്ന ഓപ്ഷനാണ്. ഈ കമൻറ്റ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒട്ടുമിക്ക പേർക്കും ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമായിട്ടെല്ലാം ആയിരിക്കും ഓണായിട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇത് ഓൾ എന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ പുതിയ ക്രിയേറ്റേഴ്സ് എല്ലാം തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ അനലിറ്റിക്സ് എല്ലാം തന്നെ ഇതുപോലെ ഓൺ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ ചാനൽ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുന്നതിന് ഈ ഒരു ഓപ്ഷൻ എല്ലാം തന്നെ ഓൺ ആയിരിക്കണം. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അച്ചീവ്മെൻറ്റ്സ് എന്ന ഓപ്ഷനാണ്. ഇപ്പോൾ ഇത് ഓഫായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ ഇത് ഓൺ ചെയ്ത് വയ്ക്കുക. കാരണം ഇത്തരത്തിൽ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് എല്ലാം തന്നെ, അതായത് നിങ്ങളുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ്, 10,000 സബ്സ്ക്രൈബേഴ്സ്, 1,00,000 വ്യൂസ്, ഇങ്ങനെയുള്ള കുറച്ച് അച്ചീവ്മെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ ചാനലിലേക്ക് വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യമെല്ലാം നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുന്നത്. ഇനി അടുത്തതായി വന്നിരിക്കുന്നത് പോളിസി റിലേറ്റഡ് ആയ കോപ്പിറൈറ്റ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നമുക്ക് കറക്റ്റായി വരണമെങ്കിൽ ഇതുപോലെ ഈ ഒരു കാര്യവും ഇതും കറക്റ്റായി എനേബിൾ ചെയ്ത് വച്ചിരിക്കണം. അപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും കറക്റ്റായി വരില്ല. പലപ്പോഴും ഇത് നമ്മൾ കൈയെല്ലാം തട്ടി, അല്ലെങ്കിൽ നമ്മൾ ഇത് കറക്റ്റായി സെറ്റ് ചെയ്യാതെ ഓഫ് ചെയ്തെല്ലാമാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് ഈ നോട്ടിഫിക്കേഷൻ എല്ലാം വരിക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റായി ഏൺ എന്ന ഈ ഒരു ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ചാനലിലേക്ക് ഏണിംഗ് സംബന്ധമായ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമാനമെല്ലാം വരുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം ലഭിക്കണമെങ്കിൽ ഈ ഒരു ഏൺ എന്ന ഈ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റായി നമ്മുടെ ചാനലിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായ 5 നോട്ടിഫിക്കേഷൻ സെറ്റിംഗ് എല്ലാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യമെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിലും എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലെല്ലാം ഉള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്